ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലവാമിങ്കൽ. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ആബ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കും, ലൈക്ക് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, ഇതെനിക്ക് എത്രത്തോളം ഇഷ്ടമായി, ഇത് എത്ര കാലമായി യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അധികം സംസാരിച്ചിട്ടില്ലാക്കാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പാക്കേജിങ്ങിനെ പറ്റി പറയാം. സോ ഇറ്റ് ബേസിക്കലി കംസ് ഇൻ എ സ്പ്രേ പാക്കേജിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ഒരു സ്പ്രേ സിറ്റുവേഷൻ ആണ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഇതിന്റെ ഈ ഒരു സ്പ്രേ സംഗതി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലൈക്ക് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇഫ് യു സീ നല്ലോണം പ്രോഡക്റ്റ് ഡിസ്പേഴ്സ് ആവും. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ നല്ല കൺവീനിയന്റ് ആണ്. നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ഏരിയ പെട്ടെന്ന് എന്താ പറയാ കവർ ചെയ്യും. സോ ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ നോസൽ ഇസ് ഓൾസോ റിയലി ഗുഡ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇറ്റ് കംസ് വിത്ത് എ ലോക്ക് സിറ്റുവേഷൻ. ലൈക്ക് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിനെ ലോക്ക് ചെയ്താൽ പോവില്ല, യു കാൻ സ്പ്രേ എനിത്തിങ്. ഓക്കെ, സോ നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം, ലീക്കേജും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇസ് അക്വ, അതായത് വാട്ടർ ആൻഡ് റോസ്മേരി തന്നെയാണ്. റോസ്മേരി എക്സ്ട്രാക്റ്റാണ് വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൽക്കഹോൾ, വിച്ച് ഇസ് ഗ്രേറ്റ്. എന്താണെന്ന് വെച്ചാൽ കുറെ ലൈക്ക് അധിക ഇതുപോലുള്ള ടോണേഴ്സ് ഒക്കെ പോലുള്ള പ്രോഡക്റ്റിന്റെ അകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഒരു പൊടിക്കെങ്കിലും ഉണ്ടാവും. ഇതിനകത്ത് അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആവുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ പോലും ദിസ് ഇസ് വെരി മച്ച് സേഫ് ടു യൂസ്. സോ ഇനി നമുക്ക് ഈ ബ്രാൻഡിന്റെ ക്ലെയിംസിലേക്ക് കടക്കാം. ഓക്കെ, ഈ ബ്രാൻഡ് എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി ക്ലെയിം ചെയ്യുന്നത്? സോ ബേസിക്കലി 3 കാര്യങ്ങൾ അവർ പറയുന്നത്. ഒന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, പിന്നെ നമ്മുടെ ഹെയറിനെ റിപ്പയർ ചെയ്യുന്നു, പിന്നെ ഹെയറിന് ഷൈൻ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്. സോ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ബീൻ ഓവർ 3 മന്ത്സിന് മേലെ എന്തായാലും ആയി. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് മൈ സെക്കൻഡ് ബോട്ടിൽ അല്ല, ഞാൻ ഇതിന് മറ്റേ റീഫില്ലർ വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്തതാ കേട്ടോ. ഇനി അതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഉറങ്ങുന്നതിന് ഒരു 2 hours മുന്നേ, ഒരു 1.5-2 മണിക്കൂർ മുന്നേ ഞാൻ ഇതിന്റെ തലയിൽ നല്ലോണം സ്പ്രേ ചെയ്യും. ജസ്റ്റ് എന്റെ സ്കാൽപ്പിൽ മാത്രം. യു ഡു നോട്ട് ഹാവ് ടു അപ്ലൈ ലൈക്ക് സ്പ്രേ ദിസ് ഓൺ യുവർ റൂട്ട് ആൻഡ് സ്റ്റാഫ്. നമ്മളെ സ്കാൽപ്പിൽ ഇത് നല്ലോണം സ്പ്രേ ചെയ്തിട്ട് ഞാൻ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും. സോ എന്തിനാണ് ഞാൻ ഇത് 1.5 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് പ്രൊഡക്റ്റ് നമ്മളെ തലയിൽ നല്ലോണം അബ്സോർവ് ആവണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പം ഒബ്വിയസ്ലി നമ്മളെ പില്ലോലായി സാധനം കയ്യിൽ നിന്ന് പോവുകയുള്ളൂ. അപ്പം യു നീഡ് ടു വെയിറ്റ് അൺടിൽ ദിസ് പ്രോഡക്റ്റ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി അബ്സോർബ് ഇൻ ടു യുവർ സ്കിൻ. പെട്ടെന്ന് തന്നെ നമ്മളെ സ്കാൽപ്പിൽ അബ്സോർബ് ആയിക്കോളും, അത് പ്രശ്നമൊന്നുമല്ല. ബട്ട് നമ്മളിത് ചെയ്യുമ്പോൾ മസാജ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളെ സ്കാൽപ്പ് ഇൻ ദാറ്റ് വേ നമ്മളെ സ്കാൽപ്പിൽ അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. ആൻഡ് ഇറ്റ്സ് വെരി റിഫ്രഷിങ്. ഓക്കെ, ദിസ് പ്രോഡക്റ്റ് ഇസ് റിയലി റിഫ്രഷിങ് ഓൺ യുവർ സ്കാൽപ്പ്. സോ നമുക്ക് നല്ല സുഖമായിരിക്കും, ഉറങ്ങുമ്പോൾ തന്നെ നല്ല സുഖമായിരിക്കും. ആൻഡ് ഞാനിത് എവറി ഡേ, ലൈക്ക് ഇനിഷ്യലി ഞാനിത് എവറി സിംഗിൾ ഡേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഇപ്പോൾ കഴിഞ്ഞ 2 weeks അങ്ങനെ ആയിട്ട് ഞാൻ ജസ്റ്റ് എവറി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് ഞാൻ എൻ്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നോ, ഇറ്റ് ഡസ് നോട്ട് മേക്ക് മൈ സ്കാൽപ്പ് ഓയിലി ഓർ ഗ്രീസി, അങ്ങനെ ഒന്നുമില്ല. ഇത് ഒബ്സർവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ എങ്ങനെയാണുള്ള അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ തലയും നമ്മുടെ സ്കാൽപ്പും എല്ലാം. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ലൈക്ക് 3 months മേലെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ദ ഫസ്റ്റ് ക്ലെയിം വിച്ച് ഈസ് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്ന ക്ലെയിം ഇസ് സോ ട്രൂ. കാരണം ഞാനിതിപ്പം ഇത്രയേ ഉള്ളൂ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹെയറിൽ, എൻ്റെ സ്കാൽപ്പിൽ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഹെയർ ഒരു പൊടിക്ക് കുറവാണ്. ആൻഡ് റൈറ്റ് നൗ ഐ കൻ ആക്ച്വലി സീ ബേബി ഹെയറിൻ്റെ ഗ്രോത്തും കാര്യമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ യെസ്, ദ ഫസ്റ്റ് ക്ലെയിം ഇസ് 100% ട്രൂ ആൻഡ് ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ്. പിന്നെ രണ്ടാമത്തെ ക്ലെയിം എന്ന് വെച്ചാൽ നമ്മളെ ഹെയർ റിപ്പയർ ചെയ്യുന്നതാണ്. ഹെയർ റിപ്പയർ എന്ന് പറയുമ്പം വാട്ട് ഐ എം ഗെസ്സിങ് ഇസ് നമ്മുടെ റൂട്ട് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്. ലൈക്ക് ഐ ഹാവ് സൂപ്പർ ഫൈൻ ഹെയർ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കൂട്ടത്തിലാണ്. മാത്രമല്ല എനിക്കൊരു ടൈമിൽ നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഐ ക്യാൻ ആക്ച്വലി സീ എ വെരി ഗുഡ് ഡിഫറൻസ്. എനിക്കിപ്പോൾ അത്രത്തോളം ഹെയർ ഫോളും കാര്യമൊന്നും ഇല്ല. സോ ഐ തിങ്ക് ഹെയർ റിപ്പയർ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിൽ റിപ്പയർ ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഒരു ഡിഫറൻസ് പേഴ്സണലി കാണാൻ പറ്റിയേ. പിന്നെ ലാസ്റ്റ് തിങ് ഈസ് നമ്മളെ ഹെയറിന് ഷൈന് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ക്ലെയിം എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഹെയറിന് ഷൈനോ കാര്യമൊന്നും എനിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഐ ബി വെരി ഓണസ്റ്റ്. ആൻഡ് ഐ ഡോണ്ട് നോ ലൈക്ക് ഇസ് ഇറ്റ് സപ്പോസ് ടു ഗിവ് ദാറ്റ്. മേ ബി ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഇങ്ങോട്ടൊന്നും ഇത് സ്പ്രേ ചെയ്യാത്തത് കൊണ്ടും ആവാം. ഞാനിത് സ്കാൽപ്പിൽ മാത്രമേ ഞാനിത് സ്പ്രേ ചെയ്യാറുള്ളൂ. സോ യെസ്, അത് 3 ആ ഒരു ക്ലെയിംസിനെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ ദീസ് ആർ ദ 3 things that I need to like put out there. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് സോ മെനി ഡ്യൂപ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്.
ഒരുപാടെന്ന് വെച്ചാൽ ഞാനിത് ഇതിന്റെ ഫസ്റ്റ് ബോട്ടിൽ വാങ്ങിയത് പേർപ്പിൾ നിന്നാണ്. എന്നിട്ട് ഞാൻ സെക്കൻഡ് ബോട്ടിൽ വാങ്ങുന്ന ടൈമിൽ ഐ തിങ്ക് ആമസോണിലോ മറ്റും ഞാനൊരു നല്ല സെയിലുണ്ട്. സോ ബേസിക്കലി ദിസ് പ്രോഡക്റ്റ്, ഓ മൈ ഗോഡ്, ഐ ഫോർഗോട്ട് ടു മെൻഷൻ, ദിസ് പ്രോഡക്റ്റ് റീറ്റെയിൽസ് ഫോർ ₹255 ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ തവണയും ഇത് പേർപ്പിളിൽ സെയിലാണ് ഉണ്ടാവല്. പക്ഷേ പേർപ്പിളിനെക്കാളും നല്ലൊരു സെയിൽ ഞാൻ ആമസോണിൽ കണ്ട ടൈമിൽ ഞാൻ അതിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു എൻ്റെ ഈ സെക്കൻഡ് ബോട്ടിൽ. ആൻഡ് ദാറ്റ് ഈസ് വെൻ ഐ റിയലൈസ് ഇറ്റ് വാസ് ആക്ച്വലി എ ഫേക്ക് പ്രോഡക്റ്റ്. ലിറ്ററലി എക്സാക്ട് സെയിം പാക്കേജിങ്ങിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ആ പാക്കേജിങ്ങിൽ കാണാൻ പറ്റും. ഇപ്പം ആബ്സ് മാറി മേ ബി ആലിപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സ് പറഞ്ഞിട്ട് തന്നെ ഗുഡ്നെസ്സിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ പ്ലീസ് 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 ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങരുത്. കാരണം ഇഷ്ടം പോലെ ഡ്യൂപ്സ് എന്നും ഫേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. സോ ജസ്റ്റ് ബി കെയർഫുൾ. കാരണം ചിലപ്പോൾ നിങ്ങൾ റോസ്മേരി വാട്ടർ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ വെറും വെള്ളം മാത്രമായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ടല്ലോ, ഇറ്റ് ഹാസ് ഫ്രേഗ്രൻസ് ബൈ ദ വേ. ഒരു ചെറിയ ഫ്രേഗ്രൻസ് ഉണ്ട്. ഐ മീൻ ഇറ്റ്സ് റോസ്മേരിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടല്ലോ, ഞാൻ റോസ്മേരി ഓയിൽ പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ലൈക്ക് റോസ്മേരിൻ്റെ തന്നെ ഒരു ഫ്രേഗ്രൻസ് ഇതിനുണ്ട്. ആൻഡ് യെസ്, അതും പിന്നെ ഇതിന്റെ ഫേക്കുള്ള കാര്യം കൂടിയാണ് ഞാൻ എനിക്ക് എടുത്ത് പറയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പേർപ്പിൾ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നതിന് പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട്. ഇഫ് യു ഡു യുവർ റിസർച്ച്, ഇതിന്റെ സെക്കൻഡ് ബോട്ടിൽ വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് ടു ബി ഓൺ ദ സേഫർ സൈഡ്, ഐ ഡിഡ് മൈ റിസർച്ച് ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഇത് ആക്ച്വലി അവരുടെ തന്നെ സാധനം, ലൈക്ക് അവരുടെ തന്നെ പ്രൈവറ്റ് സാധനം. അപ്പൊ പിന്നെ നമ്മൾ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള അവരുടെ തന്നെ സാധനം വാങ്ങുമ്പോൾ അവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ, ദാറ്റ് വുഡ് മേക്ക് മോർ സെൻസ്, റൈറ്റ്? എന്ന് വിചാരിച്ച് ഐ തോട്ട് I'll put this also out there. So yes, overall ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ this product does work, but you need to be very 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 consistent with this. അത് ഞാൻ പറയാനൊരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ബോട്ടിൽ വാങ്ങിയ സമയത്ത് ഞാനൊരു 2 weeks യൂസ് ചെയ്ത് ആൻഡ് ഐ സ്റ്റോപ്പ് യൂസിങ് ബിക്കോസ് എനിക്ക് ഒരു റിസൾട്ടും കാണുന്ന പോലെ തോന്നിയിട്ടില്ല. ആൻഡ് ഐ സ്റ്റോപ്പ്. എന്നിട്ട് എനിക്കൊന്ന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ആ ഫസ്റ്റ് ബോട്ടിൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് നൗ ഐ എം ഓൺ മൈ സെക്കൻഡ് ബോട്ടിൽ. സോ യെസ്, യു നീഡ് ടു ബി റിയലി കൺസിസ്റ്റന്റ് വിത്ത് ദിസ്. യൂസ് ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് യു വിൽ see good results. So yes, ഇതാണ് എൻ്റെ ഓവറോൾ റിവ്യൂ ഓൺ ദ ആബ്സ് ഗുഡ്നെസ് റോസ്മേരി വാട്ടർ. Now ഇത് ഞാൻ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യോ എന്ന് ചോദിച്ചാൽ 100% യെസ്, ഐ വിൽ റെക്കമെൻഡ് ദിസ് ടു പീപ്പിൾ വിത്ത് ഹെയർ ഫോൾ ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്കലി ഹെയർ ഫോളും ഇഷ്യൂസ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ റീഗ്രോത്തും കാര്യമൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക് ഐ വുഡ് 100% റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. ആൻഡ് യെസ്, ബൈ ദിസ് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. ഇനി ഇതുപോലെ വേറെ ഏതൊക്കെ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് ആണ് കാണേണ്ടതെന്നുള്ളത് please let me know in the comment section below. I would love to make such videos like this. So yes, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യത്താശിസ്.